ഇന്ന് വിഷു സ്പെഷ്യൽ ചക്കപ്പായസമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ 2 തേങ്ങയാണ് ഇപ്പം ഞാൻ എടുക്കുന്നത്. അത് 2 തേങ്ങയുടെ പാലാണ് ചക്കയിലേക്ക് ഒഴിക്കേണ്ടത്. ചക്ക വരട്ടിയ ചക്കയാണ്. ഇതാണ് വരട്ടിയ ചക്ക. ഇപ്പോൾ ഒരു കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 തേങ്ങയ്ക്ക് വേണ്ട ചക്കയാണ് ഞാൻ ഇപ്പോൾ എടുത്തത്. ഇത് കുറേ മുമ്പ് വരട്ടി വെച്ചതാണ്. അപ്പോൾ അത് ചക്ക നന്നായിട്ട് നമ്മൾ അടപ്പുള്ള പാത്രത്തിലൊക്കെ എടുത്ത് വെച്ചാൽ കേട് വരാണ്ട് നമുക്ക് കുറേ കാലം കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും. ചക്കപ്പം ഉണ്ടാക്കാം, അതുപോലെ അട പോലെ ഉണ്ടാക്കാം, ഉണ്ണിയപ്പം പോലെ ഉണ്ടാക്കാം, ഒക്കെ ചെയ്യാം. ചക്ക വരട്ടിയതുകൊണ്ട് പല നമുക്ക് പലഹാരങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ വിഷു ആയതുകൊണ്ട് സ്പെഷ്യലായിട്ടൊരു ചക്കപ്പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ 2 തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പാലെടുക്കാം. 1-ാം പാല് എടുത്ത് വെക്കണം. ബാക്കി പാലെടുത്തിട്ട് വേണം നമ്മൾ ചക്ക ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ പണിയുള്ളൂ, കൂടുതലൊന്നും ചെയ്യേണ്ട. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ചക്കപ്പായസം. കുറേ നേരം അങ്ങനെ വെച്ച് ഇളക്കൊന്നും വേണ്ട, വേഗം കഴിയും. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ പാലെടുത്താൽ അധികം വെള്ളം ഉണ്ടാവാറ്. പക്ഷേ ഞാൻ ശ്രമിച്ച് നോക്കാം, നല്ല രീതിയിൽ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. അങ്ങനെ നമ്മൾ 1-ാം പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് തീരെ വെള്ളം കൂട്ടിയില്ല, അത് പാല് മാത്രമാണ്. വലിയ തേങ്ങയായിരുന്നു. അപ്പോൾ കുറച്ചേ ഉള്ളൂ പാല്. നമ്മൾ വെള്ളം കൂട്ടാണ്ട് പിഴിഞ്ഞാണെ കൊണ്ട് കുറച്ച് പാലേ വരുന്നുള്ളൂ. അത് നമ്മൾ വാങ്ങി വെക്കുമ്പോൾ പാർന്ന് കൊടുക്കുക. പിന്നെ 2-ാം പാല് 3-ാം പാലൊന്നുമില്ല, 3-ാം പാലൊന്നുമില്ല. ഒന്നായിട്ട് വീണ്ടും ബാക്കി വന്ന തേങ്ങാപ്പീരിയൊക്കെ പാടിട്ടിട്ട് ഒന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ച് വലിയൊരു ചെമ്പിലേക്ക്, അതായത് ഒരു വട്ടച്ചെമ്പിലേക്ക് ആക്കിയതാണ്. ഒരു അലൂമിനിയത്തിൻ്റെ വട്ടച്ചെമ്പാണിത്. പായസത്തിന് പാകമാണ്. ഞങ്ങൾ സ്ഥിരമായിട്ടില്ലാണ് വെക്കുക. അപ്പോൾ ഇത് എല്ലാം കൂടിയുള്ള പാലാണ്. 1-ാം പാല് 2-ാം പാല് 3-ാം പാല് 4-ാം പാല് എന്ന് പറയും പോലെ എല്ലാം കൂടി ഉള്ളതാണ്. അപ്പോൾ നമുക്കിതിന് അടുപ്പിലോട്ട് വെക്കാം. അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് ഈ ചക്ക ഉണ്ടല്ലോ, ചക്ക കുറച്ച് തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് പാരണം. എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ കട്ടയായി പോകും. അപ്പോൾ അതും അടിച്ച് പാർന്നാൽ കട്ട ഉണ്ടാവില്ല, നല്ലോണം ഇതിൽ ഇളകി ചേർന്നോളും. അപ്പോൾ നമ്മൾ ചക്ക ഞാനിങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഈ കട്ടയായ ചക്ക നന്നായിട്ട് ഒരു ജ്യൂസ് പരുവത്തിൽ മിക്സിയിൽ അടിച്ചിട്ട് ഈ ഒരു നമ്മൾ തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി വരുന്നുണ്ട്, അതും കൂടി അടിച്ച് ഇതിലേക്ക്. അപ്പോൾ ബാക്കി വന്ന ചക്കയും കൂടി ഞാൻ തേങ്ങാപ്പാൽ കൂട്ടി ജ്യൂസ് പോലെ ആക്കിയിട്ട് നമ്മുടെ ഈ ചക്ക പായസം വെക്കുന്ന ചെമ്പിലേക്ക് ഒഴിച്ചു. ഇനി നമുക്ക് ഇത് നേരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വൈറ്റ് കളറൊക്കെ മാറി നല്ലൊരു ശർക്കരയുടെ ആ ഒരു കളറിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ അത് കുറുകി വരുന്നതിനനുസരിച്ചിട്ട് ഇത് കട്ടയായിട്ട് വരും കേട്ടോ. നമുക്കത് കാണാം. അപ്പോൾ നമ്മുടെ പായസം ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് ഒന്ന് കുറുകുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. കൂടുതൽ ടൈമൊന്നുമില്ല. നമ്മളിപ്പോൾ ചെറുപയർ പായസം ഉണ്ടാക്കണ ആ ഒരു ഇതൊന്നും വരുന്നില്ല, സിമ്പിളാണ്. ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. ചിലപ്പോൾ ഒരു അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. നമുക്ക് ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അരിപ്പൊടി, പത്തിരിപ്പൊടി നന്നായിട്ട് കലക്കിയിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഒരു കട്ടി വേണമെന്നുള്ളവർ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറുകുന്നത് വരെ കാത്തു നിൽക്കാം. ഞാനെന്തായാലും അരിപ്പൊടി ചേർക്കുന്നില്ല, അല്ലാണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതിൽ ഞാനൊരു ശർക്കരയും കൂടി കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് ശർക്കര ആഡ് ചെയ്യും. അധികം മാത്രം വേണ്ട, കാരണം നമ്മൾ ചക്ക വരട്ടുമ്പോൾ ശർക്കര കൂട്ടിയിട്ടാണല്ലോ വരട്ടുന്നത്. അപ്പോൾ കുറച്ച് വേണ്ടി വരും. അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ ഷുഗർ കട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു മധുരം മതി. അല്ലാത്തവർക്ക് കുറച്ചും കൂടി ശർക്കര ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും. നല്ല മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ. നമ്മൾ 1 വർഷം ആയി വരട്ടി വെച്ച ചക്ക എടുത്തിട്ടാണ് ഇന്ന് പായസം ഉണ്ടാക്കുന്നത്. ഇതിന് മുന്നേ ഞങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിരുന്നു, അതുപോലെ അട പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഓയിലൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ടാക്കും. ചെറിയ ഉരുളയാക്കിയിട്ട് ഇങ്ങനെ വറുത്ത് പോരാറുണ്ട്. നല്ല ടേസ്റ്റാണ് അതൊക്കെ. ഇപ്പം പായസം കൂടി
ഉണ്ടാക്കാനുള്ള ചക്ക ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും വിഷു അല്ലേ, അപ്പോൾ വിഷുവിന് ഒരു സ്പെഷ്യൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിന്ന് ചക്കപ്പായസം ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ചക്കപ്പായസം ഏതാനും ആയി നല്ല കുറുകി വന്നിട്ടുണ്ട്. നല്ല നേരത്തെ ഒരു വെള്ളം പോലുള്ള ഒരു ഇതല്ല, അപ്പോൾ അത്യാവശ്യം ഒരു കുറുകി വന്നിട്ടുണ്ട്, നല്ല ഒരു തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ്, ഒരു പാൻ അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് കൊട്ടത്തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് അത് മൂപ്പിച്ചിട്ട് ഇതിൽ പറഞ്ഞാൽ നമ്മുടെ ചക്കപ്പായസം റെഡി. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ചക്കീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ഇത്തിരി നെയ്യ് ഇട്ട് കൊടുത്ത് ആ നെയ്യ് ചൂടായി വരുമ്പോൾ അരിഞ്ഞ് വെച്ച കൊട്ടത്തേങ്ങ ഇടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കരിയാതെ വറുത്തെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചക്കപ്പായസം റെഡി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.